സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിക്കാരൻ ബിജു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടേ. അതായത് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന പകുതിയിലേറെ KSRTC ബസ്സുകൾക്ക് ഇൻഷുറൻസ് ഇല്ലെന്ന് വിവരാവകാശ രേഖ. ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ജയദേവൻ ആണ് വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടിയിലാണ് ആകെയുള്ള 5533 ബസ്സുകളിൽ 3187 ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ലെന്ന് വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം റിസ്ക്കിലാണ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം ഒരു 50 തൊട്ട് 60 ആൾക്കാർ യാത്ര ചെയ്യുന്ന ബസ്, അതും ബെല്ലും ബ്രേക്കും ഇല്ലാതെ. എന്താ അവർക്ക് ഈ സ്പീഡോ അല്ലെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത സ്ഥിതിക്ക് എത്രമാത്രം റിസ്ക്കിലാണ് നമ്മുടെ ജനങ്ങൾ ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് നോക്കി. പിന്നെ വേറൊരു കാര്യം നോക്ക്, ഈ സാധാരണക്കാരൻ നമ്മളെപ്പോലുള്ളൊരു വ്യക്തി, അത് ഒരു സ്കൂട്ടറിന്, അതായത് പൊല്യൂഷൻ എടുക്കാൻ ഒരു ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ നിർത്തിപ്പൊരിച്ച് നമ്മൾക്ക് ഒരു വായത്തൊന്ന് എല്ലാം പറഞ്ഞ് പെനാൽറ്റി അടുപ്പിക്കും. പിന്നെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വണ്ടി പുറത്തേ ഇറക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുകയല്ലാത്ത അത്രമാത്രം പെനാൽറ്റിയാണ്. അപ്പം ഗവൺമെൻറ് അതിന് എന്തു തോന്നിവാസവും ചെയ്യാം. അത് വളരെ കഷ്ടമല്ലേ? ഒന്നാലോചിക്ക്. അവർക്ക് യാതൊരു രീതിയിലുള്ള ഭയവും പേടിയോ അല്ലെങ്കിൽ മനുഷ്യനോടൊരു, അതായത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ അവർ നമ്മുടെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു സർക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് എന്താണ് ഇത്? എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്? എനിക്ക് കേട്ടിട്ട് ഇത് നമ്മൾ പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ലോ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവരുണ്ടല്ലോ, ഇൻഷുറൻസും പൊല്യൂഷനും വണ്ടിയുടെ സർട്ടിഫിക്കറ്റും ഇവർ ബസ്സിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആലോചിക്കുക, സപ്പോസ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അവരുടെ കുടുംബങ്ങൾ അനാഥമാകൂലേ? അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടും? നമുക്ക് ഓണായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ മാത്രം വലിയ 10 ലക്ഷം 20 ലക്ഷത്തിന് ഇൻഷുറൻസ് എടുക്കാൻ മാത്രമുള്ള വരുമാനമൊന്നും കേരളത്തിൽ കിട്ടുകയില്ല. അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇവർക്കറിയണ്ടല്ലോ. ഇവർ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് 100,000 കാര്യങ്ങൾ പറയും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല. ശരിക്കും കഷ്ടം തോന്നുന്നു സുഹൃത്തുക്കളെ. ഇത് എന്തൊരു നാടായത്? കാരണം നിങ്ങൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കണം. നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും, കേരള നിവാസികൾ ഓരോരുത്തരുടെയും സ്വത്തിനും നമ്മുടെ ജീവൻ സുരക്ഷ നൽകേണ്ടുന്ന ഗവൺമെൻറ് ഈ രീതിയിൽ ചെയ്താൽ എങ്ങനെ അവർ തരാൻ പറ്റും അവർക്ക് ഓരോ കാര്യത്തിലും, അല്ലേ? ഒന്ന് എടുത്തു നോക്കിയേ. പിന്നെ നമ്മൾ പെട്രോൾ പൈസ നോക്ക്. പെട്രോളിന് ഡീസലിൻ്റെ വില കേരളത്തിൽ മാത്രം 1% കൂടുതലാണ്. എന്ന് വെച്ചെന്നാൽ ഒരു 4 തൊട്ട് 5 രൂപ വരെ കൂടുതലാണ്. അപ്പം അത് എക്സ്ട്രാ സെസ്. പക്ഷേ എന്നിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് പൈസ തികയുന്നുണ്ടോ? ഇല്ല, തികയുന്നില്ല. ഇതൊക്കെ വെറുതെയാണ്. കാരണം അവർക്ക് പുട്ടടിക്കാനുള്ള പൈസ അവരെങ്ങനെയും ഉണ്ടാക്കും, അത്രമാത്രം. അതായത് നമ്മൾ സാധാരണക്കാരനെ എന്നും നമ്മൾ തുഴഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക, നമ്മളിൽ നിന്ന് അവരിങ്ങനെ ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. ശരിക്കും കഷ്ടമാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോണ്ടല്ലോ. എന്നുവെച്ചാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം. കാരണം ഇതൊക്കെ നമ്മളെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഇങ്ങനെ ബസ്സിന് ഇൻഷുറൻസ് ഇല്ലാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുക എന്ന് പറയുന്നത്, ഇത് തീർച്ചയായിട്ടും ഇത് ചീറ്റിംഗ് ആണ്. ഇറ്റ്സ് 100% ചീറ്റിംഗ്. സെക്ഷൻ 420 എടുത്ത് കേസ് എടുക്കേണ്ടത് സംഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ. എനിവേ കോടതികളുണ്ടല്ലോ, അവരൊക്കെ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലേ നിയമം ഇങ്ങനെ നോക്ക്. ഇതിപ്പം ഈ വിവരാവകാശ രേഖയിലൂടെ പോയതുകൊണ്ടാണ് ഇതറിഞ്ഞത്. അല്ലെങ്കിൽ അറിയോ ആരെങ്കിലും? കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു സിസ്റ്റം. കാരണം അതായത് എന്താ പറയുക, അതായത് ഇൻഷുറൻസിൻ്റെ ആൻഡ് പൊല്യൂഷൻ്റെ വാലിഡായ കോപ്പി, അതായത് ബസ്സിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യുന്ന സിസ്റ്റം വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവർക്ക് ഈ തോന്നിവാസം ചെയ്യാൻ പറ്റൂല. കാരണം പകുതിയിലേറെ, മൊത്തം 5000-ന് മുകളിലുള്ള അതിൽ പകുതിയിലേറെ ബസ്സുകൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് പറയുമ്പം എവിടെയാണ് നമുക്ക് സേഫ്റ്റി ഉള്ളത്? പറ. സേഫ്റ്റി നല്ല. കാരണം ഇനി KSRTC ബസ്സിൽ കയറണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇവർ അതിനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ടിക്കറ്റിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത് അവർ ഉറപ്പ് വരുത്തണം. കാരണം നോക്കണം ഇനി സുഹൃത്തുക്കളെ, ഈ നമ്മൾ മേടിക്കുന്ന ടിക്കറ്റിൻ്റെ ബാക്കിൽ യൂഷ്വലി നമ്മൾ ഇപ്പം ഇൻട്രസ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ ബാക്കിൽ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും.
അതിലെന്തൊക്കെ കവേർഡാണ്, എന്തൊക്കെ കവേർഡല്ല, ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്ന ടിക്കറ്റിൽ ഇത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളുടെ ഒരു തോൽവി എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ വിജയം. സോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ബായ്.